ഫൗണ്ടറായിട്ട് വന്നു, പിന്നീട് പാർട്ണറായിട്ട് വന്നു, ഇൻവെസ്റ്ററായിട്ട് വരുന്നു. കാരണം നമ്മുടെ മൾട്ടിപ്പിൾ എക്സ്പെർട്ടൈസ് ആണ് നമ്മുടെ ബിസിനസ് സ്കെയിലബിലിറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഒരു ഏരിയ നിസാർ ചെയ്യുന്നു, മറ്റൊരു ഏരിയ രാഹുൽ ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ മൾട്ടിപ്പിൾ സ്കില്ല് എങ്ങനെയാണ് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? നിങ്ങൾ എങ്ങനെയൊക്കെയാണ് മ്യൂച്വലി അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്ത് പോകുന്നത്? ഈ റോള് ഫിക്സ് ചെയ്ത സമയത്ത് ആക്ച്വലി എനിക്കറിയാവുന്ന കാര്യം എങ്ങനെ ഫുഡ് ഉണ്ടാക്കാം, റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാം, ഓർ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം. പക്ഷെ എനിക്കില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞത് ഒരാളെ മേലെ കമാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഇവിടെ SOPs ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ റെസിപ്പീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരാളെടുത്ത് എന്നെ വർക്ക് ചെയ്യണം, ഇന്ന സ്ഥലത്ത് വരണം, അത് എനിക്കത് ഒരാളെടുത്ത് പറയാൻ പറ്റില്ല. എനിക്കത് എൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് ആയിട്ട് കാണും. അത് ഒരു എൻ്റർപ്രണറിന് പാടില്ലാത്തൊരു കാര്യമാണ്. അതാണ് രാഹുലിന് എനിക്കിത് ചെയ്യാൻ പറ്റി. നിസാർ പറഞ്ഞ പോലെ തന്നെ ഒരു ബിസിനസ്സിൻ്റെ സക്സസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ സ്കില്ലുള്ള കോഫൗണ്ടേഴ്സാണ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സാണ്, അല്ലേ? ശരിക്കും നമുക്കില്ലാത്ത സ്കിൽ അദ്ദേഹത്തിന് വേണം, അദ്ദേഹത്തിനില്ലാത്ത സ്കിൽ നമുക്ക് വേണം. ഇതെങ്ങനെ ഒരുമിച്ച് ലൈസൻ ചെയ്ത് കൊണ്ടുപോകുന്നതിൻ്റെ ബേസിലാണ് എല്ലാത്തിൻ്റെയും ഗ്രോത്ത് നമുക്കിരിക്കുന്നത്.